നമസ്കാരം കുട്ടികളും, സുഖസാറാണ്. നമ്മളിന്ന് 10ാം ക്ലാസ് ഓർക്കേണ്ട അടിപൊളി ചോദ്യങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസുകൾ. എക്സാമിന് വേണ്ടി ഇപ്പൊ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പറേഷൻ നടത്തുന്ന ടൈമാണ്. ബട്ട് നിങ്ങൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസുകൾ എങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്, മനസ്സിലാക്കിയാണോ അതോ കാണാതെ പഠിക്കുകയാണോ എന്നൊക്കെ ഉള്ളതിൽ കുറെ സംശയങ്ങളുണ്ട്. എന്നാലും ചിലർ ഈ സമയമായതുകൊണ്ട് കുറെ കാണാതെ പഠിക്കും. നമ്മൾ കാണാതെ പഠിക്കുന്നത് കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകത്തില്ല. എന്നാലും എക്സാമിന് എത്തുമ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യാം. എന്തായാലും കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ ക്വസ്റ്റ്യൻ മാറിയാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നന്നായിട്ട് പഠിക്കണം. നമ്മുടെ ക്ലാസ്സുകളൊക്കെ മാക്സിമം കാണുക. ഷോർട്ട് വീഡിയോസുകൾ നമ്മൾ ഒത്തിരി ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് മറക്കാവുന്ന ഷെയർ ചെയ്തേക്കണം. അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകളും ഏറ്റവും എളുപ്പത്തിലുള്ള മെത്തേഡ്സുകളും പിന്നെ ഒത്തിരി ഷോർട്ട് ട്രിക്സ് ഉണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി എൻട്രൻസ് ക്ലാസ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു എളുപ്പ വഴിയൊക്കെ കാണിക്കുന്നതേ ഉള്ളൂ. മാക്സിമം എല്ലാവരും പഠിക്കുക. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനോട് കയറാം. ഒട്ടും സമയം കളയേണ്ട. പിന്നെ നമ്മുടെ +1 ക്ലാസ്സുകളൊക്കെ ഉള്ളത് സുഭാഷ് മാത്സ് ക്ലാസ് റൂം എന്ന് പറഞ്ഞ ചാനലിലാണ്. എല്ലാവരും അത് കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ +1 അടിപൊളിയായിട്ട് പഠിക്കാം. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്താൽ സുഖമായിട്ട് അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, A solid metallic sphere is cut into 2 equal halves. ക്വസ്റ്റ്യൻ ഒക്കെ മനസ്സിലായി നോക്കിക്കേ. നമ്മളൊരു ബോൾ, ഓക്കെ, മത്തങ്ങയോ എന്തെങ്കിലും എടുത്തിട്ട് രണ്ടാക്കി അങ്ങോട്ട് മുറിക്കുന്നു. ഓക്കെ, മുറിക്കുമ്പോൾ നമുക്ക് ഈ 2 ഈക്വൽ പാർട്സ് ആക്കുന്നു. ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് ഈച്ച് ഹെമിസ്ഫിയർ. അങ്ങനെയാണെങ്കിൽ ആ മുറിക്കപ്പെടുന്ന 2 പാർട്സ് ഉണ്ടല്ലോ, ഈക്വൽ പാർട്സുകളുടെ ഓരോന്നിന്റെയും സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. നമ്മൾ ഏതെങ്കിലും ഒരു ബോള്, എന്തെങ്കിലും ഇപ്പൊ പേരയ്ക്ക നമുക്ക് കറക്റ്റ് ആയിട്ടൊരു നമുക്കൊരു സ്പിയർ പോലെ, അതിനെ നമ്മൾ 2 പാർട്സ് ആക്കുമ്പോൾ നമുക്കറിയാം, ഈക്വൽ ആയിട്ട് 2 പാർട്സ് ആക്കുമ്പോൾ നമുക്ക് 2 ഹെമിസ്പിയേഴ്സുകളെയാണ് കിട്ടുന്നത്. ശരിയല്ലേ? ആ ഓരോ ഹെമിസ്പിയറിന്റെയും സർഫസ് ഏരിയ, പരപ്പളവിനെ കണ്ടുപിടിക്കണം. റേഡിയസ് തന്നേക്കുന്നത് 6 സെന്റിമീറ്റർ. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത് നോക്കിക്കേ. One of the hemisphere is melted and recast into a cone of same radius. മോനെ, ഈ പേരയ്ക്ക അല്ല ഇവിടെ മുറിക്കുന്ന പേരയ്ക്ക എടുത്ത് നമുക്ക് റീകാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, മെൽറ്റ് ചെയ്ത്. അപ്പോൾ എന്തൊരു കട്ടിയായിട്ടുള്ളൊരു മെറ്റലാണ്. ഇതിന് എന്ത് ചെയ്തു, നല്ലപോലെ ഉരുക്കി. ഒരു പീസ് നമുക്ക് 2 പീസ് ആക്കിയല്ലോ, ഒരു പീസിനെ എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നല്ലപോലെ ഉരുക്കി മറ്റൊരു കോൺ ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ 2 പീസ് ആക്കുന്നു. ഓരോ പീസുകളും എന്താണ്, ഹെമിസ്ഫിയറിന്റെ മാതിരിയാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, കൺവേർട്ട് ചെയ്ത് കോണിലോട്ട് മാറ്റുന്നു. ഓക്കെ, കോണിലോട്ട് മാറ്റുന്നു. അതിന്റെ റേഡിയസ് ഇതിന്റെ റേഡിയസുമായിട്ട് സെയിം ആണ്. കണ്ടല്ലോ, ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻടു എ കോൺ ഓഫ് സെയിം റേഡിയസ്. അപ്പൊ ഈ നമ്മുടെ ഇതിന്റെ റേഡിയസ് തന്നെയാണ് കോണിന്റെയും റേഡിയസ്. അതുണ്ടെങ്കിൽ ഫൈൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ. അങ്ങനെയാണെങ്കിൽ ഈ ഹൈറ്റ്, ഉയരം എത്ര ആയിരിക്കും അങ്ങനെ ഉണ്ടാക്കുന്നതിന്റെ. അപ്പൊ ക്വസ്റ്റ്യൻ ഏകദേശം മനസ്സിലായി. ഒന്നുകൂടെ എളുപ്പം പറയാം. ഒരു മെറ്റൽ സ്പിയർ ആണ്, 2 ആക്കി, ഒരെണ്ണത്തിന് എടുത്തിട്ട് എന്താക്കി, അങ്ങോട്ട് മെൽറ്റ് ചെയ്ത് കോണാക്കി. അതേ റേഡിയസ് ആണ് കേട്ടോ. നമ്മുടെ സ്പിയറിന്റെ, ഹെമിസ്ഫിയറിന്റെ റേഡിയസ് തന്നെയാണ് കോണിന്റെ. അങ്ങനെ കോണിന്റെ ഹൈറ്റ് എത്രയാണ്? അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇതിന്റെ റേഡിയസ് എത്ര മോനെ, R എത്രയാണ്, 6 സെന്റിമീറ്റർ ആണ് അല്ലെ, 6 സെന്റിമീറ്റർ. അതാണെങ്കിൽ നമ്മുടെ സർഫസ് ഏരിയയുടെ ഫോർമുല എത്ര മോനെ? എന്തിനോടാ, ഇതിന്റെ വേണ്ട, ഇതിന്റെ നമുക്ക് വേണ്ട. നമുക്ക് എന്താണ്, ഇതിനെ മുറിച്ച് എന്താക്കി 2 ഹെമിസ്ഫിയേഴ്സ് ആക്കുമ്പോൾ ഈ ഹെമിസ്ഫിയറിന്റെ സർഫസ് ഏരിയ ആണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഈ ഹെമിസ്ഫിയറിന്റെ സർഫസ് ഏരിയ ആണ് വേണ്ടത്. അപ്പൊ ഈ ഹെമിസ്ഫിയറിന്റെ സർഫസ് ഏരിയ എത്ര മോനെ? ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ഹെമിസ്ഫിയർ ഈസ് 3πr². ഓക്കെ, 3πr², ദാറ്റ് ഈസ് 3 × π × r. എത്ര മോനെ? 6 അല്ലയോ? r-ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6-ന്റെ സ്ക്വയർ സമം 3 × π × 36. 36 × 3 എന്ന് പറഞ്ഞാൽ 108 π സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇതാണ് പറഞ്ഞേക്കുന്നത്. ഇനി നോക്കിക്കേ, one of the hemispheres is melted and recast into a cone of same radius. അപ്പൊ നമുക്ക് ആദ്യം എന്ത് കിട്ടി? ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് ഈച്ച് ഹെമിസ്ഫിയർ. ഇങ്ങനെ മാറ്റുന്ന ഓരോ ഹെമിസ്ഫിയറിന്റെയും ടോട്ടൽ സർഫസ് ഏരിയ 108 π സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇനിയാണ് നമ്മുടെ അടുത്ത പരിപാടി. ഇതിനെ എടുത്തിട്ട് കോണിലോട്ട് മാറ്റുന്നു. മോനെ, ഈ റീകാസ്റ്റ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? സർഫസ് ഏരിയ ആണോ വോളിയം ആണോ? എളുപ്പം എപ്പോഴും എളുപ്പം പറ, വോളിയമാണ് കേട്ടോ. അല്ല സർഫസ് ഏരിയ വെച്ചുകൊണ്ട് കണ്ടിന്യൂ ഇല്ല, അവനെ വിട്ടേരെ. ഇനി വോളിയമാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ വോളിയവും തമ്മിൽ എന്തായിരിക്കും മോനെ? ഈക്വൽ ആയിരിക്കും. ഇതിപ്പോ 1 കിലോ ആണെങ്കിൽ അതിനെ ഷേപ്പ് മാറ്റിയെന്നേ ഉള്ളൂ, അതിന് 1 കിലോ ഉള്ളൂ. അപ്പം രണ്ടിനും ക്വാണ്ടിറ്റി ഒന്ന് തന്നെയാണ്. ദാറ്റ് മീൻസ് വോളിയംസ് ആർ ഈക്വൽ. ഓക്കെ, വോളിയംസുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് വോളിയം ഓഫ്
ഹെമിസ്ഫിയർ കണ്ടുപിടിക്കണം. ഓക്കെ, എളുപ്പം പറഞ്ഞു. ഹെമിസ്ഫിയറിന്റെ വോളിയത്തിന്റെ ഫോർമുല എളുപ്പം പറ, എളുപ്പം, വളരെ ഫാസ്റ്റ്. 2/3 പൈ ആർ ക്യൂബ്. എന്താണ് 2/3 പൈ ആർ ക്യൂബ്? 2/3 പൈ ആർ ക്യൂബ് എന്ന് അങ്ങോട്ട് എഴുതുക. ദാറ്റ് ഈസ് 2/3 പൈ ഇൻറ്റു 6 ഇൻറ്റു 6 ഇൻറ്റു 6. ഓക്കെ, 6 ഇൻറ്റു 6 ഇൻറ്റു 6. നിങ്ങൾ ഒന്നും അത് ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, കട്ട് ചെയ്യാനും വേണ്ട, ഒന്നും ചെയ്യണ്ട, അവിടെ കിടക്കട്ടെ. ഓക്കെ, അവിടെ കിടക്കട്ടെ. ഇനി ഇത് കട്ട് ചെയ്യുന്നു, ഇൻറ്റു ചെയ്യുന്നു, വലിയ നമ്പർ ആക്കുന്നു, പേടിക്കുന്നു, ഒരു ആവശ്യമില്ല, അവിടെ കിടക്കട്ടെ. നെക്സ്റ്റ് എന്താ പറയുക? വോളിയം ഓഫ് ആരാണ് അടുത്തത് കണ്ടുപിടിക്കേണ്ടത്? കോൺ. കോണിന്റെ വോളിയത്തിന്റെ ഫോർമുല ഏതാ? കോണിന്റെ വോളിയം 1/3 പൈ ആർ സ്ക്വയർ എച്ച്. ഓക്കെ, 1/3 പൈ ആർ സ്ക്വയർ എച്ച് ഈക്വൽ ടു 1/3 പൈ ഇൻറ്റു ആർ. എത്ര തന്നെയാ മോനെ? 6. സോറി, 6 തന്നെയാ, എല്ലാത്തിനും 6 ആണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാ മോനെ? 6 സ്ക്വയർ. അപ്പൊ 6 ഇൻറ്റു 6 ഇൻറ്റു എച്ച്. അവനവിടെ കിടക്കട്ടെ, ഒന്നും ചെയ്യണ്ട. ഇങ്ങനെ മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗിന്റെ ക്വസ്റ്റൻസുകൾ വരുമ്പോൾ രണ്ട് വോളിയംസുകൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. എന്താണ്? ആദ്യം മെൽറ്റ് ചെയ്യുന്ന ആളും റീകാസ്റ്റ് ചെയ്ത് മറ്റൊരു രൂപത്തിലോട്ട് മാറ്റുന്നതിന്റെ വോളിയം. രണ്ടുപേരുടെ വോളിയം കണ്ടുപിടിക്കുമ്പോൾ അവിടെ ഇട്ടേക്കണം, ഒന്നും സിംപ്ലിഫൈ നിൽക്കണ്ട. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ വോളിയവും ഈ വോളിയം തമ്മിൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഇക്വേറ്റ് ചെയ്യണം മോനെ. ഇത് ഈക്വൽ ടു ഇതും കൂടി ഇക്വേറ്റ് ചെയ്യണം. അപ്പൊ ഈ എച്ച് ആണ് നമുക്ക് വേണ്ടത് കേട്ടോ, ഈ ഹൈറ്റ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇക്വേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് 1/3 പൈ ഇൻറ്റു 6 ഇൻറ്റു 6 ഇൻറ്റു എച്ച് ഈക്വൽ ടു അടുത്ത എത്ര മോനെ? 2/3 പൈ ഇൻറ്റു 6 ഇൻറ്റു 6 ഇൻറ്റു 6. ഇങ്ങനെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ സ്റ്റെപ്പ് എഴുതാം. എന്താണ്? വോളിയം ഓഫ് കോൺ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് എന്താണ്? ഹെമിസ്ഫിയർ. ഓക്കെ, കോണിന്റെ വോളിയവും ഹെമിസ്ഫിയറിന്റെ വോളിയം എന്താണ്? ഈക്വൽ ആണ്. ഇവിടെ നോക്കിക്കേ മോനെ, ഈ 3യും 3യും ക്യാൻസൽ, പൈയും ക്യാൻസൽ, 6ഉം 6ഉം ക്യാൻസൽ, 6ഉം 6ഉം ക്യാൻസൽ. നോക്കിക്കേ, ബാക്കി ഇവിടെ എച്ച് ഈക്വൽ ടു 2 ഇൻറ്റു 6 12. ദാറ്റ്സ് ഓൾ. തീർന്നു, ഇത്രേ ഉള്ളൂ. ഇതിനെ നമ്മൾ എന്തുമാത്രം ബുദ്ധിമുട്ട്, കട്ട് ചെയ്യുക, ഇൻറ്റു ചെയ്യുക, ഇവിടെ കട്ട് ചെയ്യുക, ഇൻറ്റു ചെയ്യുക, എന്നിട്ട് ഡിവൈഡ് ചെയ്യുക. ഇതിനാവശ്യം ഒരാവശ്യമില്ല. ഓക്കെ, അപ്പൊ എച്ച് ഈക്വൽ എത്ര കിട്ടി? 12 കിട്ടി. 2 ഇൻറ്റു 6 12. ദാറ്റ്സ് ഓൾ. ഇങ്ങനെ വേണം ചെയ്യാൻ. അപ്പോൾ ക്വസ്റ്റൻ മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ നല്ലൊരു ബോളിനെ എടുത്ത് എന്താക്കുന്നു? മുറിക്കുന്നു, 2 പീസാക്കുന്നു, ഓരോ പീസിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്നു, ഒരു പീസ് എടുത്തിട്ട് എന്താക്കുന്നു? കോണാക്കുന്നു, സെയിം റേഡിയസ്. അങ്ങനെയാണെങ്കിൽ കോണിന്റെ ഹൈറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നു. കണ്ടുപിടിച്ച് കഴിഞ്ഞ പോലെ കുഴപ്പമില്ലല്ലോ, ഇഷ്ടപ്പെട്ടല്ലോ, ഒന്ന് ഷെയർ ചെയ്തേരെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരിക്കലും ചോദിക്കാതിരിക്കത്തില്ല. കുട്ടികൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ തോന്നും, പക്ഷേ നമുക്ക് മിക്കവാറും എക്സാമിന് എപ്പോഴും ചോദിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിലെ മാതിരി തന്നെ ഒരു മാറ്റമൊന്നുമില്ല. പിന്നെ ചില പേരുകളൊക്കെ മാറും, പക്ഷെ ആ മാറിയാലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഉറപ്പായിട്ട് ചോദിക്കും. പഠിച്ചോണം. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തോ. ഫസ്റ്റ് പ്രോബ്ലം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും മക്കളെ, ഉറപ്പാണ്. ഓക്കെ, a boy standing edge of a canal sees the top of a tree at an angle of elevation 30 degree. Stepping back 10 meters and he sees top at an angle of elevation 60 degree. ഓക്കെ, ഇവിടെ നമുക്കൊരു ചെറിയൊരു കുഴപ്പമുണ്ട്. ആദ്യം നമുക്ക് 60 ഡിഗ്രിയും രണ്ടാമതാണ് 30 ഡിഗ്രി. ഓക്കെ, ഡ്രോ എ റഫ് സ്കെച്ച്, ഫൈൻഡ് ദ വിഡ്ത്ത് ഓഫ് ദ കനാൽ ആൻഡ് ഹൈറ്റ് ഓഫ് ദ ട്രീ. ക്വസ്റ്റ്യൻ മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. എല്ലാവരും ശ്രദ്ധിക്കണം, എല്ലാവരും നന്നായിട്ട് ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകളൊക്കെ നിങ്ങൾ ഉറപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് എളുപ്പം നിങ്ങൾക്ക് കിട്ടും. കൂടുതൽ മാർക്കുള്ള ക്വസ്റ്റ്യൻസുകളാണ്. കുഞ്ഞു ചോദ്യങ്ങളെക്കാളും നല്ലത് വലിയ ചോദ്യങ്ങളെ ചെയ്യുന്നതാണ്. പക്ഷെ ഏറെ ചെയ്യാനുണ്ടെങ്കിലും ഉറപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ സെലക്ഷൻ നടത്തി വേണം പഠിക്കാൻ. അല്ല ചെറിയ ചോദ്യങ്ങൾ ഇച്ചിരി എന്ന് എഴുതി 1 മാർക്ക് 1.5 മാർക്ക് 2 അങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എത്ര നേരം ആഡ് ചെയ്യണം വലിയ മാർക്ക് കിട്ടാൻ. അപ്പൊ 5ഉം 4 വർഷം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നാൽ എളുപ്പമാവും. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസുകൾ ഉറപ്പായിട്ടും പഠിക്കണം. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു കനാൽ ഇങ്ങനെ ഒഴുകുക കേട്ടോ. കനാൽ ഇങ്ങനെയാണേ, ഇങ്ങനെ കനാൽ ഇങ്ങനെ ഒഴുകുകയാണ് കേട്ടോ. ഞാനിപ്പോ ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കനാൽ ഒഴുകുക കേട്ടോ. ഇങ്ങോട്ട് ഇറങ്ങിയ വെള്ളത്തിലോട്ടാ കേട്ടോ, പുറകോട്ട് കേട്ടോ. ഇവിടെ കുഴപ്പമില്ല, കരയാ. ഇവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക ഇങ്ങനെ കേട്ടോ. ഇതാണ് നമ്മുടെ വിഡ്ത്ത് ഓഫ് ദ കനാൽ. ഇത്രയും വീതിയിലാണ് വിഡ്ത്ത്. ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അവിടെയാണ് അപ്പൊ ഇവിടെ ഒരു മരം നിൽപ്പുണ്ട്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? ഞാൻ ബോയ് അല്ലെങ്കിലും ബോയ് ആയിട്ട് സങ്കല്പിക്കാം. ഞാൻ ഇങ്ങനെ എന്ത് ചെയ്തു? അതിന്റെ ടോപ്പിലോട്ട് നോക്കുന്നു. ഇങ്ങനെ ടോപ്പിലോട്ട് നോക്കുന്നു കേട്ടോ. വെള്ളത്തിൽ വീഴാതെ നോക്കുകയാണ്. നോക്കുന്നത് എത്ര ഡിഗ്രിയിലാണ് മോനെ? 60 ഡിഗ്രിയിലാണ് നോക്കുന്നത്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? കുറച്ച് സ്റ്റെപ്പിംഗ് ബാക്ക് കേട്ടോ. മുന്നോട്ടാണെങ്കിൽ വെള്ളത്തിൽ പോകും, പുറകോട്ടാണ് പോകുന്നത് കേട്ടോ. പുറകോട്ട് ഒരു 10 മീറ്ററോടെ മാറി നിന്നിട്ട് പിന്നെ നോക്കി. ചുമ്മാ ടൈമൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ നോക്കാമല്ലോ. നോക്കി എത്ര മീറ്റർ മാറിയാണ്? 10 മീറ്റർ മാറിയിട്ട് നോക്കിയപ്പോൾ എത്ര ഡിഗ്രിയിലാണ്?
30 ഡിഗ്രി പുറകോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ ആംഗിൾ ഓഫ് എലിവേഷൻ കുറയും. ശരിയല്ലയോ? നമ്മളൊരു വീടിന്റെ മുന്നിലോട്ട് പോകുമ്പോൾ ദൂരെ ഗേറ്റിന്റെ അവിടെ നിന്ന് നമ്മൾ അതിന്റെ ടെറസ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ മതി. പക്ഷെ വീടിന്റെ അടുത്തെത്തിട്ട് ടെറസിലോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ നോക്കണം. അപ്പൊ ആംഗിൾ കൂടും അല്ലേ? അപ്പൊ അടുക്കുമ്പോൾ ആംഗിൾ കൂടും, ദൂരെയാകുമ്പോൾ ആംഗിൾ എലിവേഷൻ കുറയും. 30 ഡിഗ്രി ആയിട്ട് കുറഞ്ഞു. ഞാൻ പുറകോട്ട് നോക്കി ചെന്നിട്ട് ഇങ്ങനെ നോക്കി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതൊരു ഫിഗർ. ഉറപ്പായിട്ട് എപ്പോഴും ഇതിന്റെ ഫിഗർ വരയ്ക്കാതെ ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ ചെയ്യല്ലോ കേട്ടോ. എന്നിട്ട് എന്താണ്? ഫൈൻഡ് ദ വിഡ്ത് ഓഫ് ദ കനാൽ ആൻഡ് ഹൈറ്റ് ഓഫ് ദ ട്രീ. ഓക്കെ, ഈ വിഡ്ത്തിനെ കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മൾ ഈ വീതി ഉണ്ടല്ലോ, നെക്സ്റ്റ് അവിടെ നിൽക്കുന്ന ട്രീയുടെ ഹൈറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ ഫിഗർ. ഇങ്ങനെ വരുന്നു, ഇങ്ങനെ നോക്കുന്നു, അവിടെ ട്രീ. അതുകൊണ്ട് അപ്പൊ അവിടെ റൈറ്റ് ട്രയാങ്കിൾ ആയി ട്രീയെ വിട്ട് ഞാൻ നോക്കുന്ന ഒബ്സർവ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫിഗർ. നമ്മുടെ ട്രീ കണ്ടോണേ, ഏതാണ്ട് ഇവനാണ് നമ്മുടെ ട്രീ. ഓക്കെ, ട്രീ അങ്ങോട്ട് ഇവിടെ നിപ്പുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഇതാണ് നമ്മുടെ കനാൽ കേട്ടോ. കനാൽ ഇങ്ങനെ ഒന്നല്ല, കനാലിന്റെ വീതി ഇങ്ങനെയാ, ഇങ്ങനെ കേട്ടോ, ഇങ്ങനെ ഒരു ഇങ്ങനെ കേട്ടോ. വീതിയാണ് ഇത്രയും വീതിയിലാണ് നമ്മൾ ഈ നിൽക്കുന്ന വീതിയാണ് കേട്ടോ. ഞാനാണ് ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, ഇവിടെ നിപ്പുണ്ടോ അവിടെ. ചിലപ്പോൾ ഈ നിൽക്കുന്നവരുടെ ഹൈറ്റ് തരും, ചിലപ്പോൾ 1.5 മീറ്റർ നീളം ഉണ്ടോ എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ബോക്സ് പോലെ വരച്ചേക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അത് വരയ്ക്കണ്ട. എന്നിട്ട് ആദ്യം ഞാൻ എന്ത് ചെയ്തു? ഇങ്ങോട്ട് നോക്കുന്നു, ടോപ്പിലോട്ട് പതുക്കെ നോക്കുന്നു. എത്ര ഡിഗ്രിയിലാ മോനെ? ആദ്യം നോക്കുന്നത് 60 ഡിഗ്രി. ഓക്കെ, ഇനി എന്ത് ചെയ്തു? ഒരു 10 മീറ്റർ ഞാൻ പുറകോട്ട് നീങ്ങിക്കോ. അതിന് 6 പറയുന്ന വീണ്ടുണ്ടാകുന്നത് 10 മീറ്റർ ഇങ്ങോട്ട് പുറകോട്ട് നീങ്ങിയിട്ട് ഇതാണ് നമ്മുടെ 10 മീറ്റർ. എന്നിട്ട് പിന്നെയും മണ്ടയ്ക്കോട്ട് നോക്കുന്നു. ഓക്കെ, മണ്ടയ്ക്കോട്ട് നോക്കുന്നു. എത്ര മീറ്റർ ആകുമ്പോൾ എത്ര ഡിഗ്രിയിലാണ്? 30 ഡിഗ്രി. കാര്യം കഴിഞ്ഞു, തീർന്നു കേട്ടോ. കാര്യങ്ങളൊക്കെ തന്നേക്കുന്നൊക്കെ വരച്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒന്നുമില്ല. ഓക്കെ, റഫ് ഫിഗർ വരച്ചു. ഫൈൻഡ് വിഡ്ത്ത്. വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇത്രയും. ഓക്കെ, നെക്സ്റ്റ് ഹൈറ്റ് ഇത്രയും. പേര് കൊടുക്കാം, ചുമ്മാ അങ്ങോട്ട് പേര് കൊടുക്കണം മോനെ. ബി സി ഡി, അത്രേ ഉള്ളൂ. ഓക്കെ, ABCD ചുമ്മാ മാർക്ക് ചെയ്തേക്കണം. അല്ലാതെ ഇന്നടത്ത് എ ഇന്നടത്ത് ബി ഒന്നും കാര്യമില്ല. എവിടെങ്കിലും MA എന്ത് ഏത് ലെറ്റർ അതിലൊന്നും കാര്യമില്ല. കൺസെപ്റ്റ് പഠിച്ചാൽ ലെറ്റേഴ്സുകൾക്കൊന്നും ഒരു സ്ഥാനമില്ല. ചിലതൊക്കെ പോയി കാണാതെ പഠിച്ചു വെച്ചേക്കും. അവിടെ ചെല്ലുമ്പോൾ A എവിടെയാണ് ബി എവിടെയാണെന്നുള്ള മറന്നും പോകും. ഓക്കെ, അങ്ങനൊന്നും പഠിക്കല്. അപ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് എവിടെ നിന്ന് വേണം തുടങ്ങാം, എവിടെ വേണം തീർക്കുക, ആരെ എഴുതാം, ഒരു പ്രോബ്ലം ഇല്ല. അപ്പൊ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ആരാ മോനെ? CD വേണം അല്ലേ? ഹൈറ്റ് ഏതാണ്ട് ഇതാണ് നമ്മുടെ ട്രീയുടെ ഹൈറ്റ് വേണം. നെക്സ്റ്റ് ഇത്രയാ മോനെ വിഡ്ത്ത് BC. അപ്പൊ ഇതും BC വേണം, CD നമുക്ക് വേണം. ഈ 2 പേരെ കിട്ടിയാൽ പണി കഴിഞ്ഞു. അപ്പൊ അങ്ങോട്ട് പരിപാടി തുടങ്ങാം അല്ലയോ? നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇവിടെ 2 ആംഗിൾസുകളെ കാണുന്നുണ്ട്. ഏതൊക്കെയാ മോനെ? 30ഉം പിന്നെ ആരാണ്? 60 അല്ലേ? 30ഉം 60ഉം. നമ്മൾ 60 ഡിഗ്രിയുള്ള റൈറ്റ് ട്രയാങ്കിൾ ഏതാ മോനെ? മട്ടത്രികോണം BCD. അവിടെ കൊണ്ട് ടാൻ അപ്ലൈ ചെയ്തേക്കണം. ഈ സൈഡ് ഈ പ്രോഡക്റ്റ് വരുന്നേ ഇല്ല, ഈ ചരിഞ്ഞിരിക്കുന്ന വരുന്നേ ഇല്ലാത്തതുകൊണ്ട് ഹൈപ്പോട്ടന്യൂസ് ഇല്ല. സൈനും കോസും എടുത്ത് പോക്കറ്റ് എടുത്തേക്കണം. ടാൻ ഇങ്ങോട്ട് വെളിയിറക്കി പ്രോബ്ലം ചെയ്യണം കേട്ടോ. ടാൻ ആണ് ഇവിടെ മുഴുവൻ. അപ്പൊ നമ്മൾ ആദ്യം BCD എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിൾ ആണ് എടുക്കുന്നത്. ഓക്കെ, അവിടെ നമ്മൾ ടാൻ ഓഫ് 60 എടുക്കണം. ടാനിന്റെ ടാൻ ഈ സൈഡ് ബൈ സൈഡ് എളുപ്പം പറയാം. ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, എതിർവശം ബൈ സമീപവശം. ഓക്കെ, ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് സൈഡ്, O/A. ഓക്കെ, ടാൻ സിസിയുടെ വില എത്ര മോനെ? √3. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ആരാ മോനെ? CD ബൈ അഡ്ജസന്റ് സൈഡ് 3 ഇപ്പൊ നമ്മൾ ഈ ട്രയാങ്കിൾ എടുക്കുന്നത്. അഡ്ജസന്റ് സൈഡ് ആരാ മോനെ? BC. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √3 BC = CD. ഒന്നും കിട്ടിയില്ല അല്ലയോ? ഒന്നും കിട്ടില്ല, വേണ്ട, നമുക്ക് അങ്ങോട്ട് പിന്നെ കണ്ടുപിടിക്കുക. അല്ലാതെ എല്ലാം അവിടെ കിട്ടിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ? പ്രശ്നമൊന്നുമില്ല, അവിടെ കിടക്കട്ടെ. നമുക്കൊന്നും കിട്ടിയില്ലെങ്കിൽ വേണ്ട. √3 BC CD അതൊക്കെ മതി. ഇനി എന്താ മോനെ ചെയ്യേണ്ടത്? വലിയ റൈറ്റ് ട്രയാങ്കിൾ 30 ഡിഗ്രി റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ ഇത്ര ACD വലുത് കേട്ടോ. ACD വലിയ റൈറ്റ് ട്രയാങ്കിളോ? അവിടെ ചെയ്യാം. ഓക്കെ, നമ്മുടെ ACD കൊണ്ട് ശേഷം ടാൻ 30 അപ്പോഴാണ് ടാൻ 30 = ഓപ്പോസിറ്റ് ബൈ അഗൈൻ അഡ്ജസന്റ് സൈഡ്, എതിർവശം ബൈ സമീപവശം. ടാൻ 30യുടെ വാല്യൂ 1/√3 ഇതിന്റെ റെസിപ്രോക്കലാ. ഓക്കെ, ടാൻ 16 ടാൻ 30 നമ്മൾ റെസിപ്രോക്കൽസ് ഇടാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ടാൻ 30യുടെ വില അങ്ങോട്ട് കൊടുക്കണം മോനെ. 1/√3 = ഈ ആംഗിൾ ആണ് ACD. അപ്പൊ ഈ ലൈൻ നിങ്ങൾ മറന്നു. ഈ ലൈൻ ഇവിടെ ഇല്ല കേട്ടോ, ഇങ്ങനെ ഇല്ല, അത്രേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ നോക്കിക്കേ, വലിയ റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? ഈ ആംഗിളിന്റെ എതിർവശം ആരാ മോനെ? CD ബൈ അഡ്ജസന്റ് സൈഡ് ആരാ മോനെ? AC. ശരിയല്ലയോ? അപ്പൊ നമുക്ക് പിന്നെ ഞാൻ അങ്ങോട്ട് ലൈൻ വരച്ചേക്കാം. പഴയ പോലെ തന്നെ വരച്ചിട്ടുണ്ട്. ഓക്കെ, ശരി, അവിടെ വരെ എത്തി. ഇപ്പൊ 1/√3 CD ബൈ AC. ഇവനെ കണ്ടിന്യൂ ചെയ്ത് ആൻസർ എത്തിക്കാൻ മോനെ.
ഇവനെ കണ്ടിന്യൂ ചെയ്തങ്ങോട്ട് നമ്മൾ ആൻസർ എത്തിക്കാൻ പോവാണ്. ശ്രദ്ധിച്ചിരുന്നതാണ്. ഓക്കെ, നമ്മൾ എന്താ ചെയ്യുന്ന നോക്കിയാൽ ദാറ്റ് ഈസ് 1/√3 ഈക്വൽ ടു CD/AC. CD-യുടെ വില വേണ്ട കിടക്കുന്നടാ √3 BC കേട്ടോ. CD-യുടെ വിലയാണ് കേട്ടോ. അപ്പൊ ഈ CD-യുടെ പ്ലേസിലോട്ട് √3 × BC അങ്ങോട്ട് കൊടുക്കണം. എന്നാ കുഴപ്പം? AC നോക്കിക്കാൻ മോനെ. AC എവിടെയാ AC നോക്കിക്കേ. AC ഒരു വലിയ നീളമല്ലേ മോനെ, ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾ തന്നെ കാണാൻ വേണ്ടി. നമ്മളെല്ലാം ഈ ടീച്ചേഴ്സ് ഇതുകൊണ്ട് AC കിടക്കുന്നു, ഇതേണ്ടത്. അപ്പോഴത്തെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള തലയിലെ ആ കഴിവങ്ങ് നഷ്ടപ്പെടുക. ഇപ്പൊ നിങ്ങൾ AC നോക്കാൻ പറഞ്ഞാൽ നിങ്ങളൊക്കെ നോക്കുന്നു അല്ലേ? ഇല്ലെങ്കിൽ ഇച്ചിരി സമയം കൊണ്ടാണെങ്കിലും കണ്ടെത്തുമല്ലോ. ഈ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ കണ്ടെത്തുമ്പോൾ നിങ്ങൾക്ക് നല്ല സ്കില്ല് ഡെവലപ്പ് ആവും. അല്ലാതെ വേണ്ട അതാണ് ഇതാണ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ബെനിഫിറ്റ്? അപ്പോൾ AC എല്ലാവരും കണ്ടു. അതിന്റെ ഇടയ്ക്ക് ഒരു പോയിന്റ് ഉണ്ടല്ലോ മോനെ, AC-ക്ക് ഇടയ്ക്ക് ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആരാ? B കണ്ടോ? അപ്പൊ AC നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. AB + BC എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ AC-ക്ക് വരെ AB + ആയിരുന്നു കൊടുക്കാം BC. എപ്പോഴും അങ്ങനെ ആയിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻ കണ്ടോ. പക്ഷെ AB എത്രയാണെന്ന് അറിയാൻ മോനെ? 10. അപ്പൊ AB-ക്ക് 10 കൊടുത്താൽ 1/√3 ഈക്വൽ ടു √3 BC/10 + BC. ഓക്കെ, 10 + BC ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യണം. പിന്നെ അല്ല, ഓക്കെ, ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നോക്കിക്കവനെ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ 10 + BC സമം. ഓക്കെ, 10 ഇത് 10 ആണ് കേട്ടോ. 10 + BC × 1 ക്രോസ് മൾട്ടിപ്പിൾ ചെയ്ത് 1 ഇവൻ അങ്ങോട്ട് പോകുമ്പോൾ √3 BC ഇവിടെ ഉണ്ട്. √3 ഒന്നുകൂടെ ശരി. അപ്പൊ 2 തവണ √3 വന്നാൽ 3 എന്നേ ഉള്ളൂ. റൂട്ട് ഒറ്റ ഫോട്ടോ കേട്ടോ. ഇങ്ങനെ √3 × √3 ഈക്വൽ ടു 3. ഓക്കെ, അപ്പൊ √3 × √3 3 BC കൊണ്ട് ചേരുമ്പോ 3 BC. ഈ BC അങ്ങോട്ട് കൊണ്ടുപോകണം. ഇത് ഒരു BC ഉണ്ട്. വെറും BC മീൻസ് ഒരു BC. അപ്പുറത്ത് 3 BC. ഇത് അപ്പുറത്ത് ചെല്ലുമ്പോൾ -1 BC. അപ്പൊ 3 BC എന്ന് 1 BC കുറഞ്ഞു, 2 BC. ഓക്കെ, അപ്പൊ നമുക്ക് 10 ഈസ് ഈക്വൽ ടു BC. എത്ര BC ആയിരുന്നു? 3 BC - BC. 10 ഈക്വൽ 2 BC. Therefore BC ഈക്വൽ 10/2 5. BC കിട്ടിയല്ലോ മോനെ. BC എന്തായിരുന്നു? നമുക്ക് BC എന്ന് പറഞ്ഞാൽ വിഡ്ത് ഓഫ് ദ കനാൽ. അപ്പൊ നോക്കിക്കേ, ഇവനെ കിട്ടി. ഓക്കെ, 5 മീറ്റർ. 5 മീറ്റർ ആണ് നമ്മുടെ കനാലിന്റെ വീതി. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് എന്താ പറയുക? ഹൈറ്റ് എന്ന് പറഞ്ഞാൽ CD. ഇവിടെ CD ഉണ്ട് മോനെ. CD ഉണ്ടോ? നോക്കിക്കേ, CD √3 × BC. BC-യെ ചുമ്മാ ഒരു √3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. ഇൻറ്റു ചെയ്തേക്കാം. Therefore CD ഈക്വൽ ടു √3 × BC ഈക്വൽ ടു √3 × 5 ആൻസർ ഈസ് 5√3 മീറ്റർ. കഴിഞ്ഞു. ഓക്കെ, അപ്പൊ എല്ലാം കിട്ടി അല്ലേ? വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു അല്ലേ? എന്ത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലേ? ഇങ്ങനെ വളരെ കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ എത്തണം മോനെ. ഇനി അങ്ങോട്ട് +1 ഒക്കെ പഠിക്കാൻ പോവല്ലയോ? എന്തൊരു കഴിവ് വേണം. നമ്മൾ വലിയ എൻട്രൻസുകളൊക്കെ പഠിക്കണ്ടേ? കുഞ്ഞതായിട്ട് നിന്നാൽ മതി. നമ്മുടെ ഗ്രാഫ് പോകണം കേട്ടോ, മണ്ടയ്ക്കോട്ട് പോകണം. അല്ലാതെ ഇങ്ങനെ പോയിട്ട് താഴോട്ട് കുന്നരെ പോയിട്ട് മണ്ടയ്ക്കോട്ട് പോകണം കേട്ടോ. എലിവേഷനിലോട്ട് മണ്ടയ്ക്കോട്ട് പോകണം. നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷൻ ടോപ്പിലോട്ട് നോക്കുന്ന പോലെ നമ്മളുടെ ഗ്രാഫും, പഠിത്തത്തിന്റെ ഗ്രാഫ്, സ്കില്ല്, ലോജിക്ക് മനസ്സിലാക്കുക എല്ലാം ടോപ്പായിരിക്കണം. ആ രീതിയിൽ കൂടെ വേണം പഠിക്കാൻ. ക്ലിയർ ആണല്ലോ? എല്ലാവരും എഴുതിയെടുക്കുക, എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഉറപ്പായിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് നിങ്ങൾ ഇത് കാണുന്നത്. ഉറപ്പായിരിക്കും. ഓക്കെ, പഠിച്ചോണം. ഇവിടെ നോക്കിക്കേ, ഒരു സർക്കിൾ ഉണ്ട്, ഒരു ടാൻജന്റ് ഉണ്ട്, കുറെ ലൈൻസുകളുണ്ട്, പ്രശ്നമുണ്ട്. എല്ലാത്തിനും ഇപ്പൊ തീർത്തേക്കാം. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ആംഗിൾ ABT നമുക്ക് 50 ഉണ്ട്. ABT എല്ലാവരും ഒന്ന് കണ്ടു. ABT എല്ലാവരും നോക്കിക്കേ, ABT എത്രയാ മോനെ? ABT നമുക്ക് എത്ര ഡിഗ്രിയാ മോനെ? 50 ഡിഗ്രി. അത് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് OBT വേണം, OBA വേണം, AOB വേണം, APB വേണം. ഇപ്പൊ കിട്ടും, എല്ലാം കിട്ടും. നിങ്ങൾ ഈ ഫിഗർ ഒക്കെ കാണുമ്പോൾ ഇത് നമുക്കറിയാം, സർക്കിളിലേതാണ്, ടാൻജൻസിലേതാണ്. ഈ ഫിഗറിനുള്ളിലെല്ലാം കുറച്ച് പേര് ഒളിച്ചിരിപ്പുണ്ട്. ഇങ്ങനെ റിസൾട്ടുകൾ ഇവനെ പിടിച്ചുകൊണ്ട് വന്ന് അപ്ലൈ ചെയ്യുക. അതാണ് നമ്മുടെ ഈ പ്രോബ്ലത്തിൽ ഉണ്ടാവേണ്ട കഴിവ്. നമ്മുടെ കഴിവെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ശരിയാക്കി എടുക്കേണ്ടത്. ആരും തരത്തില്ല. കുറെ വർക്കുകളും കുറച്ച് പ്രാക്ടീസുകളും തരുന്നതല്ലാതെ മറ്റുള്ളതെല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. നമ്മുടെ സ്കില്ലെന്ന് പറഞ്ഞാൽ നമ്മളാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. നമ്മളല്ലേ വളരേണ്ടതും നമ്മൾ ജീവിക്കേണ്ടതൊക്കെ നമ്മൾ വളർത്തിയെടുക്കണം. അവനെ ഓരോ കാര്യങ്ങളും കിട്ടുമ്പോഴും അതിനനുസരിച്ച് ചിന്തിച്ച് അവനെ നമ്മൾ സോൾവ് ചെയ്തെടുക്കണം. സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പരിഹരിക്കുക, അതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നോക്കാം. ഇവിടെ നോക്കി 50. ഈ 50 കൊണ്ട് നമുക്ക് എന്താ പ്രയോജനം എന്നൊക്കെയുള്ളതാണ് മറ്റൊരു പ്രത്യേകത.
ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എന്താ ആദ്യം ചോദിച്ചത്? OBT. എല്ലാവരും OBT നോക്കിക്കേ. ഇതൊക്കെ ക്ലാസ്സിൽ ഞാൻ നോക്കുന്നത് OBT ഇതാണ്ടോ, O കണ്ടോടാ, B കണ്ടോടാ, T കണ്ടോടാ എന്നൊക്കെ പറയും. നമ്മളെല്ലാം കാണും, നമുക്ക് മനസ്സിലാവും. ഇതൊന്നും എക്സാമിന് ആരെങ്കിലും ഒന്ന് കാണിക്കുമോ? അതുമില്ല. അവിടെ വെച്ച് നമ്മൾ പെടും, നമ്മൾ താഴെ പോകും. അവിടെ നിങ്ങൾ തന്നെ OBT എന്ന് കണ്ടാൽ നിങ്ങൾ തന്നെ കാണും OBT എവിടെയാണ്. കണ്ടോ? OBT എല്ലാം കണ്ടോ? OBTക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? OBT OBT എന്ന് പറഞ്ഞ ആ ആംഗിളിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതൊക്കെ ക്ലാസ്സിൽ ഇരുന്ന് നമ്മൾ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ടീച്ചേഴ്സ് പറയുന്നു, ശരിയോ ടീച്ചറെ, ടീച്ചർ പറഞ്ഞ കറക്റ്റാ എന്ന് നമ്മൾ ചുമ്മാ സമ്മതിച്ചു കൊടുക്കും, ഇല്ലേ? അതല്ല വേണ്ടത്. നിങ്ങൾ പഠിച്ചിട്ടുള്ളതിൽ നിന്നും ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്ത് പറയണം. ടീച്ചേഴ്സ് ഇത് പഠിപ്പിച്ചിട്ടുണ്ടാവും. അത് വെച്ചോണ്ട് ഓർത്ത് പറയുമ്പോഴേ പഠിച്ചതിന്റെ പ്രയോജനം. അല്ല ടീച്ചർ പിന്നെയും പണം പോകുന്നു, നമ്മൾ പിന്നെ എഴുതുന്നു, ഇങ്ങനെ എത്രേ ഉള്ളൂ. OBT എന്ന് OB ആരാ മോനെ? OB റേഡിയസ് അല്ലയോ? BT എന്ന് പറഞ്ഞ ടാൻജന്റ് അല്ലയോ? അപ്പൊ OB എന്ന് പറഞ്ഞ റേഡിയസും BT എന്ന് പറഞ്ഞ ടാൻജന്റ് ആംഗിൾ ബിറ്റ്വീൻ ടാൻജന്റ് ആൻഡ് റേഡിയസ് ഈസ് ഓൾവേസ് 90 ഡിഗ്രി, റൈറ്റ് ട്രയാംഗിൾ. ഓക്കെ, OBTയുടെ ആംഗിൾ എത്ര ഡിഗ്രി മോനെ? 90 ഡിഗ്രി. അപ്പൊ ആംഗിൾ OBT ഈസ് ഈക്വൽ എത്ര? 90. അപ്പൊ നിങ്ങൾ അതിന്റെ റീസൺ നിങ്ങൾ ബ്രാക്കറ്റിൽ എഴുതുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഈ റീസൺ എഴുതുമ്പോൾ ടീച്ചേഴ്സിന് ഭയങ്കര സന്തോഷമാണ്. എന്തോ ഇതിന്റെ കാരണം ഇവനെ മനസ്സിലാക്കി എഴുതുക, അല്ലാതെ അടുത്തിരിക്കുന്നതിന്റെ നോക്കി എഴുതല്ല, നമ്മൾ മനസ്സിലാക്കി എഴുതാണ് അല്ലേ? ആംഗിൾ ബിറ്റ്വീൻ എന്താണ് മോനെ? ടാൻജന്റ് ആൻഡ് റേഡിയസ് ഈസ് ഓൾവേസ് 90. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പൊ അവനെ കിട്ടി, OBT കിട്ടി. അപ്പൊ നമുക്ക് OBT കണ്ടത് OBT ഫുൾ കേട്ടോ, ഫുൾ. ഇത് എത്ര ഡിഗ്രിയാ? 90. അത്രയും. ഇനി OB എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മോനെ. OB എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. OBA ഇത്രയും. ഇതാണ് OB. ഇതൊക്കെ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. അല്ല OB കണ്ടോടാന്ന് പറയുമ്പോൾ നമുക്ക് കാണാം. നമ്മൾ പക്ഷെ കണ്ടുപിടിക്കാൻ തന്നെ പറയുമ്പോൾ നോക്കും, അങ്ങനെ പഠിക്കും. OBA ഇത്രയേ ഉള്ളൂ. അതെത്ര ആയിരിക്കും? ഇപ്പൊ കണ്ടുപിടിച്ചത് വെച്ചോണ്ടാ ചെയ്യേണ്ടത്. ടോട്ടൽ മോനെ ഇത് എത്ര? ഇപ്പൊ പറഞ്ഞു ടോട്ടൽ ഇത് എത്ര എന്നാ പറഞ്ഞത്? ആംഗിൾ OBT ടോട്ടൽ 90. അതിനുള്ളിൽ ഇത്രയും 50 പോയി മോനെ. അങ്ങനെയാണെങ്കിൽ എത്ര മോനെ? ഇത്ര എന്ന് പറഞ്ഞാൽ ബാക്കി 40. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും ഫോർ ആംഗിൾ OBA ഈസ് ഈക്വൽ ടു എന്താണ് മോനെ? 90 മൈനസ് 50 40. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പൊ ഇത് കിട്ടി മോനെ 40 കിട്ടി. ഓക്കെ, ഇനി ആംഗിൾ AOB എവിടാ നോക്കിക്കേ? AOB എവിടാ നോക്കിക്കേ? എളുപ്പം കണ്ടുപിടിക്കുക. AOB കണ്ടോ? AB എവിടാന്ന്? സെൻട്രല്. ഇത്ര AOB ഇവിടെ. ഇതെത്രാന്ന് പറയണം. ഇത് വളരെ ഫേമസ് ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ്. ഇങ്ങനെ ഇതൊരു ട്രയാങ്കിൾ പോലെ തോന്നുന്നുണ്ടോ മോനെ? ഇത്രയും ഇവനെ വിട്ടേര്. ഇനി ഇവനെ നമുക്കൊരു ആവശ്യമില്ല, ചുമ്മാ ശല്യം ഇല്ലയോ? അവനെ വേണ്ട, വിട്ടേര്. ഇതൊരു ട്രയാങ്കിൾ പോലെ തോന്നുന്നില്ലേ മോനെ? ഇത് എത്ര ഡിഗ്രിയാ? 40. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഇത് 40 ആണെങ്കിൽ ഇത് 40 മോനെ. ഈ ആംഗിൾ 40. എന്തുകൊണ്ടാ? ഈ രണ്ട് സൈഡ് തുല്യമല്ലയോ? അപ്പൊ ഈ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് തുല്യം, രണ്ട് ആംഗിൾസ് തുല്യം. ബേസ് ആംഗിൾസ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണത്തിന്റെ പാദകോണുകൾ തുല്യമായിരിക്കും മോനെ. ഓക്കെ, തുല്യമായി 40 ആയി. ഇനി എന്താ പറയാനും? 40 40 ചേർന്നാൽ 80. അപ്പൊ ഈ ട്രയാങ്കിളിലെ ഈ രണ്ട് കോണുകൾ കൂട്ടിയപ്പോൾ 80. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കോൺ ഇത് എത്ര ആയിരിക്കും മോനെ? ആംഗിൾ AOB ഈസ് ഈക്വൽ ടു 180 മൈനസ് 40 പ്ലസ് 40. ഏതാ? 180 നിന്നും ഈ രണ്ട് ആംഗിളിന്റെ സം കുറയ്ക്കണം. 180 മൈനസ് 80. ആൻസർ ഈസ് 100. ഓക്കെ, ഇത് കിട്ടി 100. ഓക്കെ, 100 കിട്ടി. ഇത്ര എളുപ്പമായിരുന്നു ഇല്ലയോ? AOB. ഇനി എന്താണ്? APB. ഇത് ഇവര് തമ്മിലുള്ള ബന്ധം നോക്കിക്കേ മോനെ. AOB APB ഒരെണ്ണം സെന്ററിൽ, ഒരെണ്ണം സർക്കിളിൽ. സെന്ററിന്റെ പകുതി ആയിരിക്കും സർക്കിളിൽ. ആൻസർ അപ്പൊ 100 ആണെങ്കിൽ ഇത് എത്ര? 50. ഓക്കെ, അപ്പൊ കഴിഞ്ഞു. അപ്പൊ ആംഗിൾ എത്ര കിട്ടി മോനെ? ആംഗിൾ APB ദാറ്റ്സ് ഓൾസോ എത്ര കിട്ടി? 50. കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലല്ലോ, അടിപൊളിയാണ്. അപ്പോൾ ഈ ലൈൻസ് ഒക്കെ വരച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞേക്കാം. നമ്മൾ ആദ്യം എന്താ തുടങ്ങിയത്? ഇവിടെ എത്ര മോനെ? 50. വേറെ ഇത് മതി 50. ബാക്കി അപ്പൊ ഇത് എത്ര? 40. ഇത് 40 ആണെങ്കിൽ ഇത് 40. അപ്പൊ 40 40 80. 180 നിന്ന് ഈ 80 പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ 100 ആണെങ്കിൽ ഇതിന്റെ പകുതി 50. കഴിഞ്ഞു. ഓക്കെ, അപ്പൊ എല്ലാം കിട്ടി. വളരെ സിമ്പിൾ ആണെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ?
ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് മക്കളെ ഒന്ന് ഷെയർ ചെയ്തേക്കാം. ഇതേപോലെ ക്ലാസ്സുകൾ നല്ല ഷോർട്ട് കട്ട് വീഡിയോസുകളൊക്കെ വരും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ +1 നമ്മുടെ ക്ലാസ്സുകൾ സുഭാഷ് മാത്സ് ക്ലാസ് റൂമാണ്. എല്ലാവരും കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ 1 lakh സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളിയായിട്ട് മാത്സ് മാത്രം വെച്ചുകൊണ്ട് നമ്മൾ മുന്നേറുന്നതാണ്. ഒത്തിരി ആൾക്കാരുടെ സഹകരണമുണ്ട്, ഒത്തിരി ആൾക്കാർ പ്രയോജനം ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ +1 ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അടിപൊളിയായിട്ട് പഠിക്കാം. മാത്സ് നമുക്ക് എൻജോയ് ചെയ്ത് പഠിക്കാം കേട്ടോ. എൻജോയ് ചെയ്ത് ഏറ്റവും സ്മാർട്ടായിട്ട് പഠിക്കാം. നമുക്കൊരു മാത്സ് ആവാം. ഓക്കെ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിച്ച മക്കളെ, നന്നായിട്ട് പഠിച്ചോണം. 10ാം ക്ലാസ് തൊട്ട് ഇനി അങ്ങോട്ട് പഠിക്കാൻ കിടക്കുന്ന വർഷങ്ങളാണ്. അടിപൊളിയായിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ്സുകളൊക്കെ കാണുക. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. ഒത്തിരി ചാനലുകാർ ഇങ്ങനെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒത്തിരി ക്ലാസ്സുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക അല്ലേ. നിങ്ങളിങ്ങനെ മാറി ഇന്ന് കാണുകയും ചെയ്യണം. അപ്പൊ എന്തായാലും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ക്ലാസ്സുകളൊക്കെ കാണുക. ഒത്തിരി ടൈം കളയൽ വേസ്റ്റ് ആക്കല്. കാണുന്ന ഓരോ നിമിഷങ്ങളും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ കൂടെ ആവണം. ഓക്കെ, എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.